are the ones who make tomorrow come alive. Teresians rise. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് സയൻസിലെ എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. A box contains 4 white balls and 6 black balls and another one 3 white and 5 black. We can choose one box and take a ball. If we want a black ball, which box is a better choice? നമുക്ക് 2 ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഒരു ബോക്സിൽ 4 വൈറ്റ് ബോൾസും 6 ബ്ലാക്ക് ബോൾസും മറ്റ് ബോക്സിൽ 3 വൈറ്റ് ബോൾസും 5 ബ്ലാക്ക് ബോൾസും. നമുക്ക് ഈ 2 ബോക്സിൽ നിന്ന് ഒരു ബോക്സ് ചൂസ് ചെയ്യണം. ആ ബോക്സിൽ നിന്ന് ഒരു ബോളും ചൂസ് ചെയ്യണം. നമുക്കൊരു ബ്ലാക്ക് ബോളാണ് വേണ്ടതെങ്കിൽ ഈ 2 ബോക്സിലും ഏത് ബോക്സ് ചൂസ് ചെയ്തായിരിക്കും ബെറ്റർ ചോയ്സ്. ദർ ആർ ടോട്ടൽ ഓഫ് 10 ബോൾസ് ഇൻ ദ ഫസ്റ്റ് ബോക്സ് ആൻഡ് 8 ബോൾസ് ഇൻ ദ അതർ. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ ടോട്ടൽ 10 ബോൾസും സെക്കൻഡ് ബോക്സിൽ ടോട്ടൽ 8 ബോൾസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കാം. Therefore, the probability of getting a black ball from the first box, ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്ക് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ്. ഫസ്റ്റ് ബോക്സിൽ നമുക്ക് ടോട്ടൽ 6 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. ടോട്ടൽ ബോൾസ് 10ഉം. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി 6/10 നമുക്ക് 0.6 എന്ന് കിട്ടും. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഫ്രം ദ അതർ ബോക്സ്, നമ്മുടെ മറ്റ് ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, അവിടെ ടോട്ടൽ 5 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. ഇതിന് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 8ഉം. നമുക്ക് പ്രോബിലിറ്റി എടുക്കുമ്പോൾ 5/8 അതായത് 0.625 കിട്ടും. അപ്പോൾ നമുക്ക് 2 പ്രോബിലിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ബോക്സിനാണ് പ്രോബിലിറ്റി കൂടുതൽ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ബോക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. Each 2-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number draw is a prime number? What if 3-digit numbers are used instead? നമുക്ക് ഓരോ പേപ്പർ സ്ലിപ്പിൽ നമ്മൾ 2-digit നമ്പേഴ്സ് എഴുതിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൽ നിന്നൊരു പേപ്പർ സ്ലിപ്പ് എടുത്ത് അതിൻ്റെ 2-digit നമ്പർ നോക്കിയാൽ ആ 2 ഡിജിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ഒരു പ്രൈം ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇനി ആ 2 ഡിജിറ്റിന് പകരം 3 ഡിജിറ്റാണ് എടുത്തിരുന്നെങ്കിൽ ആ 3 ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് പ്രൈം ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇനി ആൻസർ, ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ബീങ് പ്രൈം നമ്പർ, 1 digit must be 1 and the other is a prime. ആ 2 ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് നമുക്കൊരു പ്രൈം കിട്ടണമെങ്കിൽ അതിൽ ഒരു നമ്പർ 1ഉം മറ്റ് നമ്പർ പ്രൈമും ആയിരിക്കണം. എന്നാലേ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൈം നമ്പർ കിട്ടുള്ളൂ. 2-digit നമ്പേഴ്സ് ഇൻ വിച്ച് പ്രോഡക്ട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ പ്രൈം. പ്രോഡക്റ്റ് പ്രൈം കിട്ടുന്ന 2-digit നമ്പേഴ്സ് ആണ് 12, 13, 15, 17, 21, 31, 51 ആൻഡ് 71. നമുക്ക് ടോട്ടൽ 8 ചാൻസസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ഔട്ട്കംസ് നമുക്കിവിടെ 8 ആണ്. നമ്മുടെ ടോട്ടൽ 2-digit നമ്പേഴ്സ് ആണ് 10 to 99 വരെയുള്ള ടോട്ടൽ 2-digit നമ്പേഴ്സ് നമുക്കുള്ളത് 90 ആണ്. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി എടുക്കുമ്പോൾ 8/90 അതായത് നമുക്ക് 4/45 കിട്ടും. ഇനി നമ്മൾ 3 ഡിജിറ്റിൻ്റെ കീസ് എടുത്താൽ 3 ഡിജിറ്റ്സിൽ 3 ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ പ്രൈം വരുന്ന നമ്പേഴ്സ് 112, 113, 115, 117, 121, 131, 151, 171, 211, 311, 511 ആൻഡ് 711. നമുക്ക് ടോട്ടൽ 12 ഔട്ട്കംസ് ആണുള്ളത്. നമുക്ക് ടോട്ടൽ ആയിട്ട് 3 ഡിജിറ്റ് നമ്പേഴ്സ് 900 ആണ്. അതായത് 100 മുതൽ 999 വരെ ടോട്ടൽ 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എടുക്കുമ്പോൾ 12/900 നമുക്ക് 1/75 കിട്ടും. 2 dice with faces numbered from 1 to 6 are together. What are the possible sum? Which of the sum has a maximum probability? നമുക്ക് 2 ഡൈസ് ഉണ്ട്. 1 മുതൽ 6 വരെ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഡൈസ്. ഈ 2 ഡൈസിലും പോസിബിൾ വരാൻ ചാൻസ് ഉള്ള സംസ് ഏതാണ്? ഇതിൽ ഏത് സമ്മിനാണ് ഏറ്റവും മാക്സിമം പ്രോബബിലിറ്റി ഉള്ളത്, ഏറ്റവും കൂടുതൽ ടൈം പ്രോബബിലിറ്റി ഉള്ളത് ഏത് സമ്മിനാണ്? ഇനി ആൻസർ നമുക്ക് 2 ഡൈസിലെയും ഫേസസിൽ വരുന്ന നമ്പേഴ്സ് കൂടി നമുക്ക് എല്ലാം ഓർഡേഡ് പെയർസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 36 പെയർസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എന്നത് 36 ആണ്. ടോട്ടൽ പെയർ ഈക്വൽ ടു 6 × 6, അതായത് ഫസ്റ്റ് ഡയൽ നമുക്ക് 6 നമ്പേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഡയലും 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഓർഡർ പെയർ കിട്ടും എന്ന് വെച്ചാൽ 6 × 6 36 പെയർസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഓരോ സംസ് ആണ് നമ്മളുടെ പോസിബിൾ സംസ് ഉള്ളത്. ഇനി ഇതിൽ 1 6 2 5 3 4 4 3 5 2 6 1
ഈ 6 ഓർഡേഡ് പെയർസിൻ്റെയും സം എടുത്താൽ 7 ആണ്. 7 എന്ന സമ്മാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒക്കർ ചെയ്യുന്നത്. ഇത് 6 ടൈംസ് ആണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പ്രോബിലിറ്റി ഉള്ള സം നമുക്ക് 7 ആണ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ടൈംസ് ആണ് ഒക്കർ ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ ഉള്ളത് 36 പെയർസ് ആണ്. അപ്പോൾ 6/36 നമുക്ക് 1/6 കിട്ടും. 1/6 പ്രോബിലിറ്റി ആണ് നമുക്ക് സം 7 In the figure, OA equal to 3 cm, OB equal to 6 cm and OC equal to 9 cm. A dot is put in the figure by closing the eye. What is the probability of it to be in the shaded portion? നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗർ നോക്കുക. ഫിഗറിലെ ഏറ്റവും വലിയ സർക്കിൾ വിത്ത് റേഡിയസ് OC ആണ്. ഉള്ളിലുള്ള സർക്കിൾ OB റേഡിയസ് ആണ്. ഏറ്റവും ചെറിയ സർക്കിൾ OA റേഡിയസ് ആണ്. OC നമുക്ക് 9 ആണ് തന്നിട്ടുണ്ട്. OB നമുക്ക് 6 ആണ് തന്നിട്ടുണ്ട്. OA equal to 3 ആണ് തന്നിട്ടുണ്ട്. ഇതിൽ ഷെയ്ഡഡ് പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കണ്ണടച്ചൊരു കുത്തിട്ടാൽ ആ ഡോട്ട് ഈ ഷെയ്ഡഡ് പോർഷനിൽ വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇനി ആൻസർ, ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് OC. OC എന്ന വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ പൈ ഇൻറ്റു 6. നമുക്കിവിടെ 6 തന്നിരിക്കുന്നത് 9 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 9² ഈക്വൽ ടു 81 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മളുടെ ടോട്ടൽ ഏരിയ. ഇനി നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ വേണം. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് വെച്ചാൽ OB റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് OA റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അതായത് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഈക്വൽ ടു ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് റേഡിയസ് OB മൈനസ് ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് റേഡിയസ് OC. നമുക്ക് OB റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ പൈ ഇൻറ്റു 6, ഇവിടെ 6 6 ആണ്. അപ്പോൾ 36 പൈ എന്നും. OA റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ പൈ ഇൻറ്റു R², അതായത് ഇവിടെ 6 3 ആണ്. അപ്പോൾ 9 പൈ എന്നും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ 36 പൈ മൈനസ് 9 പൈ നമുക്ക് 27 പൈ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷനിൽ ഡോട്ട് വീഴാനുള്ള ചാൻസ് നമ്മുടെ ഫേവറബിൾ ഏരിയ എന്ന് വെച്ചാൽ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് 27 പൈ കിട്ടിയതാണ്. ടോട്ടൽ ഏരിയ നമുക്ക് വലിയ സർക്കിളിൻ്റെ ഏരിയ നമുക്കത് 81 പൈ എന്നും കിട്ടി. നമുക്ക് പ്രോബിലിറ്റി ഈക്വൽ ടു 27 പൈ ബൈ 81 pi equal to 27/81. We get 1/3. The square got on joining the midpoint of the perpendicular side of an isosceles right triangle and the midpoint of the hypotenuse is shaded. If we put a dot inside the figure after closing the eye, what is the probability that the dot is in the shaded portion? നമുക്കൊരു റൈറ്റ് ഐസോസിലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ മിഡ് പോയിന്റും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ക്വയർ കിട്ടിയിരിക്കുകയാണ്. ആ സ്ക്വയറിനെ നമ്മൾ ഷെയ്ഡ് ചെയ്തു. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കണ്ണടച്ചൊരു കുത്തിട്ടാൽ ആ ഡോട്ട് ആ ഷെയ്ഡ് പോർഷനിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇനി നമുക്ക് ആൻസർ, ലെറ്റ് ദ ലെങ്ത് ഓഫ് ദി വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എക്സ്. നമുക്ക് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ദെൻ നമ്മുടെ ട്രയാങ്കിളിൽ AB എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് P ആയിട്ടും BC എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് Q ആയിട്ട് എടുത്താൽ നമുക്ക് AB ഈക്വൽ ടു 2x എന്നും BC ഈക്വൽ ടു 2x എന്നും കിട്ടും. ഇനി നമ്മൾ ടോട്ടൽ ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുകയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AB, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്കത് ഹാഫ് ഇൻറ്റു 2x ഇൻറ്റു 2x എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഏരിയ, അതായത് ട്രയാങ്കിളിൻ്റെ ഏരിയ 2x² ആണെന്ന് കിട്ടി. ഇനി നമ്മൾ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡ് പോർഷൻ. ഷെയ്ഡ് പോർഷനിൽ ഡോട്ട് വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദി ഷെയ്ഡ് പോർഷൻ ബൈ ടോട്ടൽ ഏരിയ ആണ് നമ്മുടെ പ്രോബിലിറ്റി. ഏരിയ ഓഫ് ദി ഷെയ്ഡ് പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചു, അത് x² ആണ്. അപ്പോൾ നമുക്ക് x² ബൈ 2x², അതായത് നമുക്ക് 1/2 എന്ന് കിട്ടും. See the figure. The diameter of the small circle is the radius of the large circle. The portion in between the circles are shaded. If you put a dot inside the figure by closing your eye, what is the probability that it's in the shaded portion? നമുക്ക് തന്നിരിക്കുന്ന ആ ഫിഗർ നോക്കുക. ആ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ്. ഇനി അത് തമ്മിലുള്ള റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കണ്ണുപൂട്ടി ഒരു കുത്തിട്ടാൽ ആ ഷെയ്ഡഡ് റീജിയനിൽ ആ ഡോട്ട് വീഴാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇനി ആൻസർ, ലെറ്റ് ദ റേഡിയസ് ഓഫ് ദി സ്മോൾ സർക്കിൾ ഈക്വൽ ടു R. നമ്മൾ ആ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് R എന്ന് എടുത്തു. ദെൻ ഏരിയ ഓഫ് ദി സ്മോൾ സർക്കിൾ എന്നത് പൈ ഇൻറ്റു R² ആണ്. ഇനി റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിളിൻ്റെ ഏരിയ 2R ആയിരിക്കും. കാരണം സ്മോൾ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ് ലാർജ് സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് 2R ആണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് കിട്ടി. ഇനി ലാർജ് സർക്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ പൈ ഇൻറ്റു ഇവിടെ R എന്നുള്ളത് 2R ആണ്. അപ്പോൾ പൈ ഇൻറ്റു 2R ദി ഹോൾ സ്ക്വയർ, നമുക്ക് പൈ ഇൻറ്റു 2R ഇൻറ്റു 2R, അതായത് 4 പൈ R² എന്ന് കിട്ടും.
ഇനി നമുക്ക് ഏരിയ ഓഫ് ദി ഷെയ്ഡ് പോർഷൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയയിൽ നിന്ന് സ്മോൾ സർക്കിളിൻ്റെ ഏരിയ സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് റീജിയൻ്റെ ഏരിയ കിട്ടും. അതായത് 4π² മൈനസ് πr² നമുക്ക് 3πr² കിട്ടും. ഇനി പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡ് പോർഷനിൽ ആ ഡോട്ട് വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഫേവറബിൾ ഏരിയ 3πr² ആണ്. ടോട്ടൽ ഏരിയ 4πr². അപ്പം നമുക്ക് 3πr²/4πr² നമുക്ക് 3/4 എന്ന് കിട്ടും. Teacher asked a student to say a 2-digit number. Teacher asked a student to say a 2-digit number. What is the probability of the number being 17? What is the probability of it being a perfect square? ടീച്ചർ ഒരു കുട്ടിയോട് ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന 2-digit നമ്പർ 17 ആവാനുള്ള പ്രോബിലിറ്റിയും ആ പറയുന്ന 2-digit നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റിയുമാണ്. ആൻസർ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് ഈക്വൽ ടു 90. അതായത് 10 മുതൽ 99 വരെയുള്ള ടോട്ടൽ ആയിട്ടുള്ള 2-digit നമ്പേഴ്സ് നമുക്ക് 90 ആണുള്ളത്. ദെൻ പ്രോബിലിറ്റി ഓഫ് ദ നമ്പർ ബീങ് 17 എന്ന ഒറ്റ നമ്പറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എടുക്കുമ്പോൾ 1/90 കിട്ടും. ദെൻ 2-digit പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്കുള്ളത് 16, 25, 36, 49, 64, 81 ആണ്. നമുക്ക് ഫേവറബിൾ ചാൻസസ് ഉള്ള നമ്പേഴ്സ് 6 ആണ്. നമുക്ക് പ്രോബിലിറ്റി ഓഫ് ദ നമ്പർ ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുമ്പോൾ ഫേവറബിൾ ദാറ്റ് ഈസ് 6 ഡിവൈഡ് ബൈ ടോട്ടൽ നമുക്ക് 90 ആണ്. നമുക്ക് 2/30 അതായത് നമുക്ക് 1/15 കിട്ടും പ്രോബിലിറ്റി. A box contains some green and blue balls. 7 red balls are put into it. Now the probability of getting a red ball from the box is 7/24 and that of a blue ball is 1/3. How many balls are there in the box? How many of them are blue? What is the probability of getting a green ball from the box? നമുക്കൊരു ബോക്സിൽ കുറച്ച് ഗ്രീൻ ബോൾസും ബ്ലൂ ബോൾസും ഉണ്ട്. അതിലേക്ക് നമ്മൾ 7 റെഡ് ബോൾസ് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ബോക്സിൽ നിന്ന് ഒരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 7/24 ആണ്. പിന്നെ അതിൽ നിന്ന് ബ്ലൂ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി 1/3 ആണ് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതിൽ ടോട്ടൽ എത്ര ബോൾസ് ആണ് ഉള്ളത്, ഇനി അതിൽ എത്ര ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ ആ ബോക്സിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്. ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈക്വൽ ടു 24 അത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അതായത് റെഡ് ബോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് ബോളിൻ്റെ പ്രോബിലിറ്റി 7/24 ആണ്. താഴെ ഉള്ളത് നമുക്ക് ടോട്ടൽ ഔട്ട്കം അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 24 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് കിട്ടി. ഇനി ഇഫ് ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾ ഈസ് എക്സ്, ബ്ലൂ ബോൾസിൻ്റെ എണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി 1/3 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി അതായത് x/24 ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമുക്ക് x/24 അതായത് നമുക്ക് 1/3 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇക്വലി നമുക്ക് 3x = 24 എന്നും x = 8 അതായത് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് 8 ആണെന്നും കിട്ടി. ഇനി അതിൽ നിന്നൊരു ഗ്രീൻ ബോൾക്കുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോൾ ഗ്രീൻ ബോൾസിൻ്റെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ഇന്ന് റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഗ്രീൻ ബോൾസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഗ്രീൻ ബോൾ = 24 - 7 + 8 നമുക്ക് 9 ഗ്രീൻ ബോൾസ് ആണെന്ന് കിട്ടി. ഇനി പ്രോബിലിറ്റി ഓഫ് എ ഗ്രീൻ ബോൾ എന്ന് വെച്ചാൽ ഫേവറബിൾ ഔട്ട്കം നമുക്ക് 9 ആണ്. ടോട്ടൽ ഔട്ട്കം 24 ആണ്. അപ്പോൾ നമുക്ക് 3/8 എന്ന് കിട്ടും. In a box there are 27 cards of the same size. Some of them are red and others are blue. If a card is taken from the box, the probability of it being red is 1/3. What is the number of red cards? One more red card and 2 more blue cards are put into the box. Then one card is taken. What is the probability of getting a red card? നമുക്കൊരു ബോക്സിൽ 27 കാർഡ്സ് ഉണ്ട്. എല്ലാം സെയിം സൈസാണ്. അതിൽ ചിലത് റെഡും ചിലത് ബ്ലൂ കളേഴ്സുമാണ്. ഇനി അതിൽ നിന്നൊരു കാർഡ് എടുത്താൽ അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് 1/3 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതിൽ എത്ര റെഡ് കാർഡ്സ് ആണ് ഉള്ളത്. ഇനി അതിൽ ഒരു റെഡ് കാർഡും 2 ബ്ലൂ കാർഡ്സും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ ഇനി അതിൽ നിന്ന് ഒരു റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്. ഇനി ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് = 27 അത് നമുക്ക് തന്നിട്ടുണ്ട്. സിൻസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് കാർഡ് ഇസ് 1/3 ആണ് നമുക്ക് റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെഡ് കാർഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് അതായത് നമുക്ക് 1/3 ആണ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 27 ആണെന്ന് ഇട്ട് കൊടുത്തു. അതായത് നമ്പർ ഓഫ് റെഡ് കാർഡ് ബൈ 27 = 1/3. അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് റെഡ് കാർഡ്സ് 27/3 അതായത് നമ്പർ ഓഫ് റെഡ് കാർഡ് = 9 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് ബ്ലൂ കാർഡ്സ് എന്നത് ടോട്ടലിൽ നിന്ന് നമുക്ക് റെഡ് കാർഡ്സിൻ്റെ നമ്പർ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ 27 നിന്ന് 9 റെഡ് കാർഡ്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 ആണ്.
ടോട്ടൽ ബ്ലൂ കാർഡ്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ അതിലേക്ക് ഒരു റെഡും 2 ബ്ലൂവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കാർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റെഡ് കാർഡ് ആഡ് ചെയ്യുമ്പോൾ 9 + 1 10 റെഡ് കാർഡ്സ് ആവും. ഇനി അതിൽ നിന്നൊക്കെ 2 ബ്ലൂ കാർഡ്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 18 + 2 20 കാർഡ്സ് ആയി. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന കാർഡ് 10 + 20 30 ആണ്. Therefore, the probability of getting a red card വരുമ്പോൾ റെഡ് കാർഡിൻ്റെ നമ്പേഴ്സ് 10 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 30 ആണ്. അപ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടി. A bag contains some red and green balls. If we take a ball from it without looking, the probability of getting a red ball is 1/2. First question, what is the total number of balls if there are 8 red balls? Then, what is the probability that the ball taken is green? Then, find the sum of both the probabilities. Then, from a box containing some red balls and some blue balls, the probability of getting a red ball is A/B. Then what is the probability of getting a blue ball? നമുക്കൊരു ബാഗിൽ കുറച്ച് ഗ്രീൻ ബോൾസും റെഡ് ബോൾസും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ബോൾ എടുത്തതിനാൽ അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/4 ആണ്. എങ്കിൽ അതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്? അതിൽ 8 റെഡ് ബോൾസ് ആണെങ്കിൽ അതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്? ഇനി അതിൽ നിന്ന് ഒരു ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇനി രണ്ടിൻ്റെയും പ്രോബിലിറ്റീസും സമ്മ് കാണാനായിട്ട്. ഇനി 4th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ബോക്സിൽ നമുക്ക് റെഡും ബ്ലൂവും ബോൾസ് ഉണ്ട്. അതിൽ നിന്നൊരു റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി A/B ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലൊരു ബ്ലൂ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി ആൻസർ, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് എക്സ് ആണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് 8 റെഡ് ബോൾ ഉണ്ട്. അപ്പോൾ 8 ടോട്ടൽ നമ്പർ എക്സ്, 8/x നമുക്ക് 1/4 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്യുന്നു. x = 8 × 4, അതായത് 32 എന്ന് കിട്ടുന്നു. അതായത് നമുക്ക് 32 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. ഇനി നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് എന്നത് 32ൽ നിന്ന് റെഡ് ബോൾ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ 32 - 8 നമുക്ക് 24 എന്ന് കിട്ടും. അപ്പോൾ 24 ഗ്രീൻ ബോൾസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഈസ് ടേക്കൺ ഈസ് ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ 24 ആണ്. നമുക്ക് ഗ്രീൻ ബോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ 32 നമുക്ക് 3/4 എന്ന് കിട്ടി. ഇനി സം ഓഫ് പ്രോബിലിറ്റീസ് എന്നുള്ളത് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് 1/4 ആണ്. അതേപോലെ ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി 3/4 ആണ്. അപ്പോൾ 1/4 + 3/4 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 + 3/4 കിട്ടും. അതായത് നമുക്ക് 4/4, അതായത് നമുക്ക് ഫുൾ പ്രോബിലിറ്റി 1 ആണ്. ഇനി നമ്മളുടെ 4th, അതിൽ റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി A/B ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ ബോളിൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഫുൾ ചാൻസ്, അതായത് 1 ആണ്. അപ്പോൾ നമുക്ക് റെഡ് ബോളിൻ്റെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ബോളിൻ്റെ കിട്ടും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ എടുക്കുമ്പോൾ നമുക്ക് 1 - A/B കിട്ടും.